മാമിന് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത് അതിനകത്തേക്ക്? അതിനകത്ത് കൊണ്ടുവന്നത് വേറൊന്നുമില്ല, ആ ഒരു ഡിഫറെൻറ്റ് വോയിസിൽ ശ്യാമിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ശ്യാം എപ്പോഴും തൻ്റെ സിംഗേഴ്സിനെ സ്പെഷ്യലായിട്ട്, അതുകൊണ്ടാണ് അതിൽ ഒരു കടലായി ഞാൻ പറഞ്ഞിട്ട് നവീനെ കൊണ്ട് പാടിച്ചു. ആ എക്സ്പെരിമെന്റ് ഒന്നും ആരും ചെയ്യില്ല. നമ്മൾ വിട്ട ഏറ്റവും വലിയ ഗായകനെ കൊണ്ട് അത് പാടിക്കാന്നല്ലേ ചിന്തിക്കുക. ഫ്ലൂട്ടിസ്റ്റ് ആയിരുന്നു, ഫ്ലൂട്ടിസ്റ്റാണ്. ഫ്ലൂട്ട് വായിക്കുന്ന കാറ്റിനെ പോലെ തന്നെ അവന്റെ ശബ്ദം ഭയങ്കര ഹസ്കിയാണ്. ആ ഹസ്കിനെസ്സിൽ അതിമനോഹരമായിട്ട് പാടി. അപ്പൊ അത് ദൂരെ ദൂരെ എന്നൊക്കെ പാടുമ്പോൾ നമുക്ക് ഒരിക്കലും അനുകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാവമായിരുന്നു. അതെങ്ങനെയാണ് ക്രാഫ്റ്റ്, അതെങ്ങനെയാണ് ചെയ്തെടുത്തത്? ആ പാട്ട് എന്ന് പറയുന്നത്, അതിലത്തെ എല്ലാ പാട്ടുകളും ചെയ്തത് ഒരു ഹിന്ദി 2-3 വാക്കുകൾ, മധുര് നഗര് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള, വെറുതെ യൂട്യൂബിൽ നമ്മൾ തട്ടി ഏതെങ്കിലും ഒരു 3-4 ഹിന്ദി വാക്ക്, എനിക്ക് ഹിന്ദി ഒന്നും അത്ര അറിയില്ല. ഹിന്ദി അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കാരണം അതിന് തെറ്റായി പാടാൻ പറ്റില്ലല്ലോ. നമ്മുടെ മലയാളത്തിലുള്ള ട്യൂണായിട്ട് അതിൻ്റെ ഗ്രാമറൊക്കെ തെറ്റും. അപ്പോൾ അറിയാത്തതുകൊണ്ട് ഹിന്ദി പദങ്ങൾ വെച്ചിട്ടാണ് ഞാൻ. ഒരിക്കലും ഇതിനൊരു മലയാളത്തിൻ്റെ ഒരു ചായ്വ്, ഈ രാഗത്തിനൊരു കുഴപ്പമുണ്ട്, ഇതിൽ വളരെ എന്താ ഹാർഡായിട്ടുള്ള സ്വരങ്ങളാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ. അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചാലും ഒരു ഗമകം എന്ത് ചെയ്താലും ചായ വരും വേറെ പാട്ടിൻ്റെ. അപ്പോൾ അതില്ലാതിരിക്കണം. അതും ഒരു പടത്തിൽ 5 പാട്ടും ചെയ്യണം വ്യത്യസ്തമായിട്ടുള്ള മൂഡിൽ എന്ന് പറഞ്ഞപ്പോൾ, അപ്പം ഞാൻ അപ്പം തോന്നിയ ഒരു ബുദ്ധിയാണ്. ആ ഹിന്ദി വരികൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ലാലാല എന്ന് പാടിയിട്ട് ട്യൂൺ ചെയ്യുന്നതിന് പകരം ഹിന്ദി വരികൾ വെച്ചിട്ടാണ് ഓരോ പാട്ടുകളുടെയും ട്യൂൺ ഉണ്ടാക്കിയത്. അതൊക്കെ പാടുന്നത് ആ ഒരു 3 മിനിറ്റ് കൊണ്ട് പാട്ട് പാടി. ഒരു പാട്ടിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലല്ലോ, ഒരു 3 മിനിറ്റ് പാടും തുടങ്ങുന്നിട്ട് അവസാനം വരെ. എന്നിട്ട് ശ്യാം വന്നിരുന്ന്, ശ്യാമിന് എല്ലാം ഇഷ്ടമായി. 1-2 ശ്യാമുള്ള സമയത്തും പാടി കമ്പോസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളത് ശ്യാം പറഞ്ഞു, ശ്യാമാണ് തീരുമാനിച്ചത്, ഇത് ഇവിടുന്നോട്ട് ഇതുവരെ പല്ലവി, കാരണം ഒറ്റയടിക്ക് പാടിപ്പോയിരിക്കുകയാണ് ആ രാഗം, ഇത്രയും പല്ലവി ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല്ലവി എന്ന് പറഞ്ഞതിന് ശേഷം അതിന് ചെറിയ പൊടിപ്പും തൊങ്ങലുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അനുപല്ലവി ആക്കിക്കോളൂ, ഇത് ചരണമാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് അതിമനോഹരമായിട്ട് അദ്ദേഹം തൻ്റെ പടത്തിൽ അതിൻ്റെ ആ രാഗത്തിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കമ്പോസിങ് സമയത്ത് തുടങ്ങി ശുഭവന്തോരാളി എന്ന് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഒരു രാഗത്തിൽ വേണമെന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ BGMs ഇൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് രാഗ. ചില അന്യസ്വരങ്ങൾ വരും ചില എഫക്റ്റിന് വേണ്ടിയിട്ട്, അതർവൈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ രാഗ. ഈ ബോംബെ ജയശ്രീ മാം ഒന്ന് പാടുന്ന സമയത്ത് അതിന് മുമ്പ് സാറിൻ്റെ മനസ്സിൽ ആ ഒരു പാട്ടിനെ കുറിച്ചുള്ളൊരു സങ്കല്പം ഉണ്ടാവും. പുള്ളിക്കാരി പാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെയാണ് ഔട്ട് എടുക്കുന്നത്, പക്ഷെ പാടിക്കഴിഞ്ഞ് കേൾക്കുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ ഒരു ജേണി ഉണ്ടാവുമല്ലോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് എൻ്റെ പാട്ടിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അവർ പാടിയപ്പോൾ. വേറൊരാൾ പാടിയാൽ നന്നാകും, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈണമാണ്, വരികളാണ്, പക്ഷേ എങ്കിലും അതിന് എന്താ പറയുക, നമ്മൾ വിചാരിച്ചതിൻ്റെ നമ്മളൊരു ലിമിറ്റ് നമ്മൾ വിചാരിക്കുമല്ലോ, ആ ലിമിറ്റ് അല്ല അതിൻ്റെ അത് അതിൻ്റെ മേലേക്കാണ് അതിൻ്റെ ലിമിറ്റ് അവർ പാടിയപ്പോൾ കൊണ്ട്. പിന്നെ അവിടെ ലോ റേഞ്ച്, പിന്നെ അതിൻ്റെ അനുപല്ലവി സെക്കൻഡ് ചരണമാണെന്ന് തോന്നുന്നു, അവർക്ക് ഹൈയിൽ പാടാൻ പറ്റാത്തതുകൊണ്ട് അത് ലോവിൽ പാട്ടേയും ചോദിച്ചു. അവൻ ലോവിൽ പാടിയിട്ട് പിന്നെ അത് ഹൈയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു ഇതുണ്ട്, ഒരു ബ്ലെൻഡിങ്. ദാറ്റ് വാസ് ബ്രില്യൻറ്റ്. നല്ല ഒരു വർക്കായിരുന്നു. അതിൽ ശ്വേതയും പാടിയിട്ടുണ്ട്, യമന വെറുതെ. യമന വെറുതെ, ശ്വേത ആൾസോ ഷി വാസ്. അതൊക്കെ ശ്യാമിന് ഭയങ്കര ഇതായിരുന്നു. ശ്വേത അത് പാടിയാൽ ശരിയാവൂ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ പാടിച്ചു നോക്കാം. അവരോട് ഞാൻ പറഞ്ഞു ശ്വേത പാടി നോക്ക്. ശ്വേതയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി. ശ്വേത അപ്പം അന്ന് ബഡ്ഡിങ് അപ്പാണ് വരുന്നത്. അങ്ങനെ ശ്വേത വന്ന് പാടി പല്ലവി കുറച്ചായ വഴിക്ക് ഇദ്ദേഹം അവിടെ ഇരിക്കില്ല. ആര്, നമ്മുടെ ശ്യാം അധികം നേരം ഇരിക്കില്ല. പുള്ളിക്ക് വേറെ തോട്ട്സും കാര്യങ്ങളും, പുള്ളി ഇങ്ങനെ ചിന്തിച്ച് പുറത്തു പോയി വന്നിട്ട് കുറച്ചങ്ങോട്ട് കേട്ടോ, ഓക്കെ പാട്ടുകാരി ഓക്കെയാണ്, ഉഗ്രനാണ് പാട്ട് പുള്ളി പോയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പെരുമാറി. ശ്വേതയും അതിഗംഭീരമായിട്ട് പാടിയ പാട്ട്. പലരുടെയും ലിറിക്സിനെ കൈകാര്യം ചെയ്തിട്ടുള്ളപ്പോഴും ഭരതൻ സാറിന്റെ ലിറിക്സിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് കൈകാര്യം ചെയ്തില്ല, ആ ലിറിക്സ് തന്നെയാണ് കൈകാര്യം ചെയ്തത്. ഞാൻ അതിനെ കൈകാര്യം ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഈ ലിറിക്സ് ട്യൂൺ ചെയ്യുന്ന പരിപാടി എവിടെ എനിക്കറിയാം. തുടങ്ങിയത് പുടമുറി കല്യാണത്തിലാണ്. ഭരതൻ പറഞ്ഞു, ഭരതൻ ഇങ്ങനെ തലയിൽ മുടി ഇങ്ങനെ കോന്തിയിട്ട് ആ ഉമ്മർത്ത് ഭരതനോട് അങ്ങനെ നടന്നു. അപ്പം ഞാൻ ഹാർമോണിയം കയറി പിടിച്ചിരുന്നു. നീയേ ആ ആരബി ഒന്ന് മൂളിയാൻ.
അപ്പോൾ ഞാൻ സരി പദ സനി പ മകരി സ ഇത് പാടി ആരോണം ആ അതിൽ പുടമുറി കല്യാണം എന്ന് വെച്ചാൽ ഓ എന്നെ പഠിപ്പിക്കുന്നതാ. അപ്പോൾ ഞാൻ പുടമുറിക്കൽ എന്ന് പറയും. അത് അവസാനിപ്പിക്കേ. ഉം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തില്ല, അപ്പോൾ ദേഷ്യമൊക്കെ വരും. ഞാൻ പുടമുറിക്കൽ ഇത്രയല്ലേ ഉള്ളൂ ആരോഹണം. തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കണ്ടേ അത്. അപ്പം ഞാൻ ഇങ്ങനെ പാടിക്കോട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു പുടമുറി കല്യാണം, അങ്ങനെയാണ് പാട്ടുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരോ വരികളായിട്ട് താരത്തോടെ എല്ലാം. താരം തളിരും ഈ കാൽത്തള കിളിങ്ങിയോ കൺമഷി കലങ്ങിയോ എന്ന് പറയുമ്പോൾ കാവാകെ തീണ്ടുമ്പോൾ അത് വന്നപ്പോ ഉണ്ടല്ലോ ഇതിന്റെ സൗന്ദര്യം ശരിക്കും അതില്ലായിരുന്നെങ്കിൽ നമുക്കിനി സങ്കല്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തി. ശരിക്കും അത് നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ട് സമയത്ത് നമ്മൾ പിന്നെ അത് പാടുന്ന നേരത്തൊന്നുമല്ല, അത് നമ്മൾ ഞാനും ഭരതേട്ടനായിട്ട് ഇരുന്ന് കമ്പോസ് ചെയ്യുന്നത് ആ ഒരു ബിറ്റ് അവിടെ വരണമെന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ പാടുമ്പോൾ പിന്നെ ഭരതേട്ടൻ അത് എപ്പോൾ നോക്കിയാലും പാടിക്കൊണ്ടിരിക്കും. ഭരതേട്ടൻ ആ പാട്ടിനേക്കാളും ഇഷ്ടം തന്നെ പാടാനാണ്. ഞാൻ വെറുതെ വീട്ടിൽ ഇത് കമ്പോസ് ചെയ്ത് പാട്ട് പഠിപ്പിക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോഴും പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടുഞ്ഞോറിയിട്ട കോമരമാകും തുള്ളിയുറഞ്ഞു ഞാൻ തനന 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 കാവാകെ തീണ്ടുമ്പോൾ ദൂരെ പോകും താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറം മാറി കേകയായി നിൻ സ്വനം താവകനിൻ താരാട്ടുമായി ദൂരെ ഏതോ. അതൊക്കെ ഭരതേട്ടൻ ആ ട്യൂണ് അതിൽ നമ്മൾ കുറച്ച് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഗമ പസ നല്ല പാണ്, ഗമ പനി പമഗ, അതാ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. പാടാം ഭയങ്കര ഒരു ഫീല് വ്യത്യാസമുണ്ട് ആ നോട്ട് വരുമ്പോ. ഇങ്ങനെ പാടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതിന് കറക്റ്റ് വാക്കാണ് അവിടെ വെച്ചിരിക്കുന്നത്. താവകനിൻ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലായി. അല്ലെങ്കിൽ താവകനിൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് വേറൊരു കാര്യം അതിനോട് കൂടി പറയാനുണ്ട്, അപ്പോഴാണ് അത് താഴ്ത്തിക്കിട്ടത് ഒരു അരനോട്ട്. താവകനിൻ താരാട്ടുമായി ദൂരെ ഏതോ, വീണ്ടും ആ സ്വരം പോലെ ഗമപദ. പെട്ടെന്ന് ആ മൈനസ് സ്കെയിലിൽ നിന്ന് അത് അങ്ങനെ വരുമ്പോഴുള്ളൊരു സുഖമാണ്. അത് അതിന് കറക്റ്റായിട്ട് ലിറിക്സ് ഇത് ആദ്യം ട്യൂൺ ഇട്ടതാ. ട്യൂൺ ഞാൻ വെറുതെ വീട്ടിലിരുന്നിട്ട് അപ്പം അന്ന് ട്യൂൺ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് ജനലിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. താര താര തരരാര താര താരീര തരരേര. ഞാനിത് വെറുതെ ഒരു ലൈറ്റ് ഒരു വയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പം ഇത് ഭരതേട്ടനെ കേൾപ്പിച്ച് ഒഴിക്കും. ഭരതേട്ടൻ അപ്പം തന്നെ ഇങ്ങനെ ആലോചിച്ച് നീ ഒന്ന് പാടിയ താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. ഇത്രേ ആദ്യം ചെയ്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഒരു ഈവനിങ്ങിൽ ഇരുന്നിട്ടാണ് കേകയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോവർ പോർഷൻ